മനസാക്ഷി മരവിപ്പിക്കുന്ന ഒരു കൊടും ക്രൂരതയുടെ വാർത്തയാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്. ചെന്നൈ അടയാറിൽ ബിഹാർ സ്വദേശിയും കുടുംബത്തെയും കൊലപ്പെടുത്തി. യുവാവിനെയും ഭാര്യയും 2 വയസ്സുള്ള കുഞ്ഞിനെയുമാണ് നരാധമക്കൂട്ടം ഇല്ലാതാക്കിയത്. യുവാവിനെ ആദ്യം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്തതെന്ന് കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിഞ്ഞത്. ഭാര്യയുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനുണ്ട്. ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നത് തടഞ്ഞതിനാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. പിന്നീട് ഭാര്യയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ബാക്കിയുണ്ടായിരുന്ന ഏക മകളെ 2 വയസ്സുകാരെയും ഈ അധമക്കൂട്ടം കൊന്നില്ലാതാക്കി. രാവിലെയാണ് അടയാർ ഇന്ദിരാനഗറിൽ ചോര പുരണ്ട ചാക്കുകെട്ട് നാട്ടുകാർ കണ്ടത്. പോലീസ് എത്തി തുറന്നപ്പോൾ അതിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 5 പ്രതികളെ പിടികൂടി. എല്ലാവരും ബീഹാർ സ്വദേശികൾ. ഭാര്യയെ ബലാത്സംഗം ചെയ്തത് തടഞ്ഞതായിരുന്നു യുവാവിനെ കൊലപ്പെടുത്താൻ കാരണം. ബലാത്സംഗത്തിനിടെ ഭാര്യയും കൊല്ലപ്പെട്ടു. 2 വയസ്സുള്ള ആൺകുഞ്ഞിനെയും സംഘം വെറുതെ വിട്ടില്ല, നിലത്തെറിഞ്ഞ് കൊലപ്പെടുത്തി. സിക്കന്ദർ, നരേന്ദ്രകുമാർ, രവീന്ദ്രനാഥ ടാഗോർ, വികാസ് ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ. കുഞ്ഞിന്റെ മൃതദേഹം അടയാറിലെ കോവം നദിക്ക് സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തി. ഭാര്യയുടെ മൃതദേഹത്തിനായി പെരുങ്കുടി മാലിന്യ കേന്ദ്രത്തിൽ തിരച്ചിൽ തുടരുകയാണ്. 1 മാസം മുൻപാണ് യുവാവ് കുടുംബവുമൊത്ത് ചെന്നൈയിൽ ജോലിക്കായി എത്തിയത്. നിർമ്മാണം നടക്കുന്ന തരമണി സെൻട്രൽ പോളിടെക്നിക്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലിക്ക് ചേർന്നു. കുടുംബത്തോടൊപ്പം അവിടെ തന്നെ കഴിഞ്ഞു. 25-ന് രാത്രിയിലാണ് യുവാവിന്റെ സുഹൃത്തുക്കൾ കൂടിയായ പ്രതികൾ മദ്യലഹരിയിൽ യുവാവിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. അത് തടഞ്ഞതാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.